സോ ഗൈസ്, കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടക്കുക, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം നടക്കിയ ഒരു ദാരുണ മരണത്തിൻ്റെ ചുരുളഴിഞ്ഞത്, അല്ലെങ്കിൽ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലൂടെ അതൊരു കൊലപാതകമാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുള്ളത്. സോ സംഭവത്തിനാസ്പദമായി ജൂലൈ 18-ാം തീയതി കേതനും സിയ ഗോയലും കൂടി, അതായത് അവർ കല്യാണം ഉറപ്പിച്ചായിരുന്നു. സിയ ഗോസൽ അദ്ദേഹത്തിൻ്റെ ഫിയാൻസി ആയിരുന്നു. അദ്ദേഹം കൂടി ലോഗഡ് ഫോർട്ടിൽ ഒരു ട്രിപ്പിന് പോയി. ട്രിപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, അതായത് സിയയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുക്കങ്ങൾ, ഈ കേതൻ്റെ ഒരുക്കങ്ങളെല്ലാം ഈ സിയയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അവിടെ വലിയ രീതിയിലുള്ള ഫംഗ്ഷൻസൊക്കെ നടന്ന് ട്രക്കിങ്ങിനാണെന്നും പറഞ്ഞാണ് പോയത്. ഇതിന് മുന്നേ പലതവണ അവരവിടെ പോയിട്ടുണ്ട്. സോ അവിടെ വെച്ച് ഒരു 350 അടി മുകളിൽ നിന്ന് ഈ കേതൻ വഴുതി വീണ്, അല്ല ആക്സിഡൻറ്റിൽ താഴെ വീണ് മരിച്ചു പോയതായിട്ടാണ് ഈ കേതൻ്റെ ഫിയാൻസി ആയിട്ടുള്ള സിയ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് സ്വാഭാവികമായിട്ടും ലക്നൌവിലെ കേസൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ നീലട്രമൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംശയമുള്ളത് കൊണ്ട് പോലീസ് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുകയൊക്കെ ഉണ്ടായി ചെയ്യും. അങ്ങനെ ഡിജിറ്റൽ തെളിവുകളും കാര്യങ്ങളും എല്ലാം കിട്ടി വന്നപ്പോഴാണ് സംഭവത്തിൻ്റെ ചുരുൾ അഴിയുന്നത്. അതായത് എന്നാൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിലാണ് കാര്യങ്ങൾ. കാരണം കല്യാണം ആലോചിക്കുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടമായിരുന്നു. ചെറുക്കനെ കാണാൻ കൊള്ളാം, 26 വയസ്സേ ഉള്ളൂ, 600 കോടി ആസ്തിയുള്ളവനാണ്. എത്ര? 600 കോടി ആസ്തി. പൂനെയിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഫാമിലിയിലെ പേഴ്സണാണ്. അതായത് ലൈഫ് സെറ്റായിരിക്കുന്നത് എല്ലാ പെണ്ണുങ്ങളും ആഗ്രഹിക്കുന്ന ഒരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്, മറ്റ് ദുശീലങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണ് ഈ കൊലയിലേക്ക് നയിച്ചെന്നറിയില്ല. ഇതിന് മുന്നേ പലതവണ അവർ ലോഗഡ് ഫോർട്ടിൽ പോയിട്ടുണ്ട്. അവിടെ ജൂൺ 14-ാം തീയതി ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുണ്ടായി. അതായത് ഒരു കുറ്റിക്കാടിന്, അത് കുത്തനെ ആഴമുള്ള ഒരു കുറ്റിക്കാടിനടുത്ത് പാമ്പെന്നും പറഞ്ഞ് വിളിച്ച് വരുത്തി. അങ്ങനെ പാമ്പിനെ കാണാൻ വന്നപ്പോഴത്തേക്ക് ഇവനെ പുറം തള്ളിയിട്ട്, അപ്പോൾ ഇവനൊരു കാട്ടുചെടിയുടെ വള്ളിയിൽ അങ്ങോട്ട് പിടിച്ച് ഞാൻ കിടന്ന് രക്ഷപ്പെട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതൊരു പ്രാങ്കായിരുന്നു, അത് ഞാൻ ജസ്റ്റ് പേടിപ്പിച്ചായിരുന്നു, അത് നീ ഇത്ര ഫോഴ്സിൽ വീഴുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് കഴിഞ്ഞു. അതിനുശേഷമാണ് രണ്ടാമത് ഇവളുടെ കാമുകനെ കൂടെ വിളിച്ച് വരുത്തി, ചേതൻ ചൗധരി. കെട്ടാൻ പോകുന്ന ആളുടെ പേര് കേതനും, കാമുകൻ്റെ പേര് ചേതനും. കാമുകനല്ലത്. ഓക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരോടാണ് പ്ലാൻ ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചത്. എന്നാലും പോലീസിൻ്റെ ഡിജിറ്റൽ തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പൊക്കിയത്. അടുത്ത മാസത്തെ കല്യാണത്തിന് വേണ്ടി ഒരു കൊട്ടാരമാണ് ബുക്ക് ചെയ്ത് വെച്ചിരുന്നത്. കേൾക്കണം, കൊട്ടാരം. 17 കോടി റെൻറ്റ് വരുന്ന ഒരു കൊട്ടാരമാണ് ആ കല്യാണത്തിന് വേണ്ടി. സത്യം ഇത് കാണുന്ന ആണുങ്ങളോട് ഞാൻ പറയണേ, നിങ്ങൾ പ്രേമിക്കുന്ന പെണ്ണായിക്കോട്ടെ, വൈഫായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് പിന്നെ ആണുങ്ങൾക്ക് ഒരു മനസാക്ഷി ഉണ്ട്, അല്ലെങ്കിൽ കണ്ണിച്ചോരുണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം തമിഴ്നാട്ടിലെയും പൂനെയിലെയും അല്ലെങ്കിൽ ലക്നൌവിലെയും ഒക്കെ പ്രശ്നങ്ങൾ ഈ പുള്ളിക്കാരൻ കാണുമ്പോഴും എനിക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പലരും ഈ മരിച്ച വ്യക്തിയും കൂടെ വിചാരിച്ചായിരിക്കും. സോ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ അയാളും മരിക്കുമെന്ന് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. സോ ഇത് കാണുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, എന്തെങ്കിലും തരത്തിലൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്, ഒത്തുപോകാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പോഴേ അവിടെ പിടിച്ച് മാറിക്കോണം. കാര്യം നമ്മൾ ചിലപ്പം നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് കൊണ്ട് അവരെ കീഴ്പ്പെടുത്തിയെന്നിരിക്കും. അവർക്ക് ഫിസിക്കലി ആ ഒരു കേപ്പബിൾ ഇല്ലാത്തതുകൊണ്ട് അവർ വല്ല വിഷം കലക്കിയോ എങ്ങനെയൊക്കെ കൊന്നുകളയും. സോ പോലീസിന് ഡൗട്ട് തോന്നാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. വളരെ മൈന്യൂട്ടായിട്ടുള്ള, അല്ലെങ്കിൽ 1-2 ആക്സിഡൻറ്റ്സ് ഈ പറഞ്ഞ ഫോർട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ. രണ്ടാമത്തെ കേസ്, ഈ പെൺകുട്ടി കഴിഞ്ഞ ഒരാഴ്ചത്തെ ബർത്ത്ഡേ ഒരാഴ്ച മുന്നേ ആയിട്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ടഡ് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു സ്റ്റോറിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൗണ്ട് ഡൗൺ ഇവനെ കൊല്ലാനുള്ള കൗണ്ട് ഡൗൺ ആയിരുന്നോ? അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ടുകൾ കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് ശേഷം ഇതെല്ലാം തുറന്നു പറയുകയും ചെയ്തു. ഇനി വിധി എന്താണെന്ന് അറിയത്തില്ല. ഗ്രീഷ്മയുടെ കൂട്ട് ഒരാഴ്ച ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കി വിടുമായിരിക്കും. നഷ്ടപ്പെട്ടത് ആർക്കാണെന്നറിയാലോ, അച്ഛനും അമ്മയ്ക്കും സ്വന്തമായി നഷ്ടപ്പെട്ടു. സോ പെണ്ണ് വീണ്ടും വരും, ജീവിതം ഒന്നേ ഉള്ളൂ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാവർക്കും. ഓക്കെ ദെൻ ബൈ, താങ്ക് യു.